ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. മിൻസ്ഡ് മീറ്റും വെജിറ്റബിളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഡ്രൈ റോസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. ഓഫീസിലൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും നല്ലതാണ്, ചപ്പാത്തിക്കൊപ്പം കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം മിൻസ്ഡ് മീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിക്കൊടുക്കാം. വഴറ്റിക്കൊടുത്തൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് അണിയൻ വൈറ്റ് ഭാഗം ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇതെൻ്റെ കയ്യിലുണ്ടായതുകൊണ്ടാണ് കേട്ടോ ചേർത്തത്. ഇല്ലാത്തവർ ചേർക്കണ്ട, സവാള മാത്രം ചേർത്താൽ മതിയാകും. നന്നായി വഴറ്റിക്കൊടുത്തത് നല്ലതുപോലെ വാടി കഴിയുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം. മിൻസ്ഡ് മീറ്റിന് പകരം നിങ്ങൾക്ക് മിൻസ്ഡ് ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി വാടിയ സവാളയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലെ കട്ടയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് വിടുവിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി ഒന്ന് നല്ലതുപോലെ കുക്കാവുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ മസാലയും മിൻസ്ഡ് മീറ്റുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വേവിക്കാം. അപ്പോൾ ഈ മീറ്റൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും, മസാലയും നല്ലതുപോലെ കുക്കാകും. ഇപ്പോൾ നമ്മൾ ചേർത്ത വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. മീറ്റ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വേകുന്ന ഏത് വെജിറ്റബിളും ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ നല്ല നേരിയതായിട്ട് അരിഞ്ഞ ക്യാബേജും 1/2 കപ്പ് അളവിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ആ ഭാഗം ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിരുന്നു. നിങ്ങളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി കുറച്ച് ഗ്രീൻ അണിയനും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ബീഫും ചിക്കനൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്പം പുതിനയില ചേർക്കുന്നത് വളരെ നല്ലതാണ്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. പുതിനയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്തിട്ട് കുക്ക് ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പുതിനയില ചേർത്താൽ നല്ല സ്മെല്ലും നല്ല സ്വാദുമായിരിക്കും. ഇപ്പോൾ ഇലകളെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടായി നല്ല പാകത്തിന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വളരെ നല്ലതാണ്. ചോറ് കെട്ടി കൊണ്ടുപോകാൻ വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.